അസ്തമയ സമയം എന്താ ഭംഗി നോക്കി. ഊഹ്, പടച്ചോൻ്റെ പടച്ചോൻ്റെ ഒരേ ലീലാവിലാസങ്ങൾ അല്ലേ. എൻ്റെ പൊന്നടോ, ഇൻഫോ പാർക്കിൻ്റെ ബാക്ക് വശമായിട്ട് ഒരു ഇടത് ഇൻഫോയാണത്. ഇൻഫോയുടെ പുതിയ ബിൽഡിങ്ങൊക്കെയാണ്, ടെക്നോ പാർക്ക് അതൊക്കെയാണെന്ന് തോന്നണേ. അടിപൊളി, എന്ത് വ്യൂ ആണെന്ന് നോക്കിയതാ. ഒരു കുറുവടിച്ചിട്ടുണ്ട്. ഒരു പരല്, ചെറിയ പരലിനെ കിട്ടിയിട്ടുണ്ട്. ഒരു പരലിനെ കിട്ടിയിട്ടുണ്ട്. പരലല്ല, കുറുവ, സോറി. നമ്മൾ സ്പിന്നറിലാണ് അടിച്ചത്. നല്ല 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 അടിപ്പൻ കുറവാ. ഓക്കെ, എന്താ സീനയുടെ റീല് അതിൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ. സീനയുടെ റീല് മീൻ അടിച്ചിട്ടുണ്ട്. വലിയ കുറുവയാണ്. അത് ചപ്പിൻ്റെ ഉള്ളിൽ കയറ്റുമെന്ന് സംശയമുണ്ട്. ये उड़ाओ आराम से, देखो उड़ा के देखो. नहीं, हाथ में इधर से उड़ाओ. आता नहीं. हाँ,
നമുക്ക് വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് കയറ്റാൻ പറ്റില്ല. ഈ അൾട്രാ ലൈറ്റ് ഫിഷിംഗ് റോഡാണല്ലോ, അൾട്രാ ആയതുകൊണ്ട് നമുക്കൊരു മിനിമം കുറച്ച് സമയം പയ്യെ എടുത്താണ് കയറ്റാൻ പറ്റുള്ളൂ. അത് കണ്ടോ, അത് വലിയ കുറുകയാണ് ലാഡിപ്പൻ. അതിൻ്റെ ഇടയിൽ ഒരു പല്ലിൻ്റെ ഇടയിൽ കയറാൻ പാകത്തിനുള്ളൊരു പരലും കൂടി ഉണ്ട്. നമുക്ക് എനിക്കതാ ഇനി നല്ലൊരു കുറുവനെ കിട്ടി, അടിപ്പം കുറുവ കണ്ടാ, സൂപ്പർ കുറുവ. ഐ ഐ ഐ ഐ ഐ ഐ ഐ ഐ കുറുവ 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 കുറുവ. ഡീസാക്കെ പല്ലിനെ കണ്ട, നിങ്ങൾ കണ്ടോളിയും, പല്ലിനെ കണ്ടോളിയും. സ്പിന്നറാണ് കേട്ടോ, സ്പിന്നർ. ഇതെന്തായാലും ഞായറാഴ്ച വെറുതെ പല്ലിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ എൻ്റെ പുള്ളേര് ഈ അറ്റത്ത് വന്നിട്ട് ഇവിടെ കര കയറിയതാ. ഒക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടിച്ച് നേരെ പല്ലിൻ്റെ വായിലേക്ക് തോട്ടില്. അതേപോലെ ഹലോ, പറഞ്ഞേ. സാറ് എന്തേ അംബാനി എന്തേ പറഞ്ഞേ. അക്കൗണ്ടിലേക്കാ? എൻ്റെ ചിങ്ങാതി. നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, പുള്ളി സാധനമായിരുന്നു. പുള്ളി ഒരു പ്രതീക്ഷിക്കാതെ നേരെ ബാക്കിൽ ഫോളോ ചെയ്ത് നല്ല നല്ല ഊത്തൽ കുറുവ കണ്ട അല്ലേ. വാട്ട് എ ബ്യൂട്ടിഫുൾ ബിറ്റ്വീൻ. കണ്ടൽക്കാടുകളുടെ ഉള്ളിൽ വെള്ളം പറ്റി കിടന്ന് നമുക്ക് കണ്ട കാഴ്ചകളാണത്. എന്താ നോക്കി, മഞ്ഞല്ലി അല്ല കേട്ടോ, ഇത് പച്ചല്ലിയാണ്. പച്ചല്ലി കാട് പിടിച്ച് ഇങ്ങനെ മുള ഇല്ലിയല്ല കേട്ടോ, മുളയാണ്. ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു പ്രത്യേക സൈസ് എന്താണ്ടും മരം. എന്ത് രസം നോക്കി,
നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ എന്താ ചെറിയ ചെറിയ കൊമ്പുകൾ ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് കയറിയിരിക്കാൻ പറ്റും. മണ്ണുള്ള കൊമ്പുകളൊക്കെ ഉണ്ടാവും. ഇതിൽ പറഞ്ഞ പോലെ ചെറുതായിട്ട് തോന്നുന്നു. ഇവിടെയൊക്കെ വെള്ളം കയറി വരുന്നതാണ്. മഴയില്ലാതെ വേനലായി കഴിഞ്ഞാൽ വറ്റിപ്പോയത് ഞാൻ അല്ല എനിക്ക് ഏർമാടം പോലെ. എൻ്റെ ക്യാമറ വേണോ അടിപൊളി സ്ഥലം. എന്തൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. അതാട്ടാ ശരിക്കാ ഇപ്പോൾ നമ്മുടെ ഷൂട്ടറിൻ്റെ നമ്മുടെ എന്നാ സ്പിന്നിങ് മറ്റേ ഇതാണ് അൾട്രാലൈറ്റ് ഷൂട്ടറിനെയാണ്. അതുകൊണ്ട് പറപ്പിച്ചെടുത്തു ഞാൻ. അൾട്രാലൈറ്റ് റോഡിൽ നല്ല രസമാണ് കേട്ടോ. ഡ്രാഗ് ഇറങ്ങിപ്പോയി കേട്ടില്ലായിരുന്നു നിങ്ങൾ? വിളിച്ചു പറയാൻ പറഞ്ഞത് അതല്ല, ഞാൻ അവളെ വിളിച്ചതല്ല. വാട്സപ്പിൽ ഞാൻ അത് ഇട്ടേണ്ടായിരുന്നു. എൻ്റെ ചെങ്ങാതി മീൻ കറികളാ. രണ്ടുപേരാളെ അത്യാവശ്യം കുഴപ്പമില്ല. അങ്ങനെ അൾട്രാലൈറ്റ് ഷൂട്ടർ എന്ന് പറയുന്ന റോഡ്, അതിൻ്റെ പവർ നിങ്ങൾ കണ്ടില്ലേ? അത്യാവശ്യം റേറ്റ് വന്ന സാധനമാണ്. 10,000 ചിലതിൻ്റെ 4,000 രൂപ അടുത്ത് വണ്ടി കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഷൂട്ടർ ഫിഷ് ആർട്ടിൻ്റെ സാധനം കേട്ടോ ഷൂട്ടർ. അപ്പോൾ ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ കളിക്കണേ. പിന്നെ സിയന്നയുടെ റീലാണ്. ഷിമാനോ സിയന്ന അല്ല, സോറി, 500 ഉള്ളൂ. ബ്രൈഡ് ഒരു നോയ്ബീഡി ആണോ എന്ന് പറയാൻ പാടില്ല. 15-12 LB. ഫ്രോഗ് നിങ്ങൾ കണ്ടില്ലായിരുന്നേ? അത് മാനുഫാക്ചർ ചെയ്ത് തുടങ്ങണുള്ളൂ. അതിൻ്റെ സാമ്പിൾ പീസ് കടക്കാരായ നമ്മുടെ ബഷീർക്കാർക്ക് കൊടുത്തതിൻ്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം എനിക്ക് ഡിസ്പ്ലേ പോലും ചെയ്യാൻ പാടില്ല. അതാണ്. അപ്പോൾ പുള്ളി ഞാനിത് പിടിക്കാൻ നടക്കണമായതുകൊണ്ട് ഞാനൊരു ക്യാമറ ഓഫായി പോയി. ശരി, ഓഫായി പോയി, സോറി. മീനടിച്ചാൽ കിട്ടിയിട്ടുണ്ട്. റെക്കോർഡിങ് കിട്ടിയിട്ടുണ്ട് കുറച്ച്. അതിലാണ് ഇപ്പോൾ കളി മൊത്തം നടന്നത്. അപ്പോൾ നല്ലൊരു ബ്രാലിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി ബ്രാലാണ്. കുഴപ്പമില്ല, ആവറേജ് ഇത്രയും ഉണ്ടാവും.
ബ്രാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പമൊക്കെ ഉണ്ടാവുള്ളൂ. ആ നമ്മൾ ലിപ്പറൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറുവേനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറുവേനെ അൾട്രാലൈറ്റിൽ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ചെളിയായതുകൊണ്ടേ കയ്യിലിരിക്കല. അപ്പോൾ അപ്പോഴാണ് ചെറിയ ഫ്രോഗ് ഇട്ടിട്ട് നല്ല ഫീലാണ് കേട്ടോ. ഷൂട്ടറിൻ്റെ ഷിമാനോ സിയന്നയും ഷൂട്ടറും ഉപയോഗിച്ചിട്ട് പിടിച്ചാണ്. അൾട്രാലൈറ്റിൻ്റെ റോഡിൽ പിടിച്ച് തന്നെയാണ്. നല്ല അടിപൊളി ഫീല്. അപ്പോൾ നമുക്കിതിനെ റിലീസ് ചെയ്തേക്കാം. എന്നാലും കുറുവേനെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ച് കുറുവേനെ കിട്ടിയാണ്ട് അപ്പോൾ അത് ഒരു ചേട്ടന് കൊടുത്തു. നിങ്ങളെ ഒന്നിച്ചിട്ട് കാട്ടിത്തരാൻ മറന്നുപോയതല്ല. എന്തായാലും ഇതിനെ റിലീസ് ചെയ്യാം. ഓക്കെ, വെള്ളത്തിലേക്ക് ഞാനും പോയി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ആവശ്യത്തിന് കൂടുതൽ എൻ്റെ കൈയും കാലൊന്നും എത്തൂലാത്ത നേരം അങ്ങനെ വിട്ടു.